ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ 3 മാസം പ്രായമുള്ള ന്യൂ ബോൺ ഉണ്ണികൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഓൺലി 10 ഐറ്റംസ് മാത്രം ഉണ്ണിക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. ആ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അടുത്തൊരു വീഡിയോ 3 മാസം പ്രായമുള്ള ഉണ്ണികൾക്ക് എന്തൊക്കെ കരുതണമെന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ 10 ഐറ്റംസ് ആണെങ്കിൽ ന്യൂ ബോണിന് 20 ഐറ്റംസ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കധികം വലിച്ചു നിന്നിട്ടാണ് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഉണ്ണീനെ തല കുളിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ബേബീസിനെ ഹെയർ, അതായത് പൊക്കിൾ കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു 7 to 10 days ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ണികളെ ശരിക്കും കുളിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഡോക്ടർ പറഞ്ഞതാണേ. അപ്പോൾ നമ്മൾ തലയിൽ യൂസ് ചെയ്തിട്ടുള്ളത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. മേത്ത്, ദേഹത്ത് പുരട്ടി കുളിപ്പിച്ചിട്ടുള്ളത് നാൽപ്പാമരാതി കേരം ഈ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് മേൽ കുളിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ഗേൾ ബേബിയാണ്, അതുകൊണ്ട് ഞാൻ നാൽപ്പാമരാതി കേരം. ഇത് പല ബ്രാൻഡ്സിൻ്റെ നിങ്ങൾക്ക് കിട്ടും. വൈദ്യരത്നത്തിന് പല പല ടൈപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ സ്യൂട്ടബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ണീനെ കുളിപ്പിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഉണ്ണിക്ക് മസ്റ്റായിട്ട് വേണ്ടത് വൈറ്റമിൻ D3 ഡ്രോപ്സ്. അത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ ഉണ്ണിക്ക് റെക്കമെൻഡ് ചെയ്യും ഏത് ബ്രാൻഡിൻ്റെ ആണുള്ളത്. അപ്പോൾ ഓരോ ഉണ്ണികൾക്കും വെവ്വേറെ ബ്രാൻഡായിരിക്കും ചില ഹോസ്പിറ്റലിൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പം ഞാൻ കൊടുത്തിട്ടുള്ളത് D3 മസ്റ്റാണ് എൻ്റെ ബേബിക്ക് കൊടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ D3 സിറപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് മാറ്റിയിട്ട് D3 ഡ്രോപ്സ് ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഉണ്ണിക്ക് വേണ്ട മസ്റ്റായിട്ടുള്ള സംഭവമാണ് ഉണ്ണിയുടെ പില്ലോ. അതായത് ഇത്ര വലിയ കനം കൂടിയ പില്ലോസ് ഒന്നും ഉണ്ണിക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ണികളുടെ തലയുടെ ബാക്കിലെ പൊസിഷനിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ചില ഉണ്ണികൾക്ക് ഫ്ലാറ്റാവും, ചില ഉണ്ണികൾക്ക് റൗണ്ടിലിരിക്കും. അപ്പം നമ്മൾ ഉണ്ണിക്ക് പില്ലോ വാങ്ങണം. പില്ലോ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ പില്ലോ വാങ്ങരുത്, ഉള്ളിൽ ഹോളുള്ള പില്ലോ വാങ്ങരുത്. ഇങ്ങനത്തെ പില്ലോ വേണം വാങ്ങിക്കാനായിട്ട്. റൗണ്ടിൽ പില്ലോ വന്നിട്ട് തല സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് അവർക്ക് ചെരിയൊന്നുമില്ല, കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. തല അങ്ങനെ ഫ്ലാറ്റായിട്ടും പോവില്ല. അപ്പം നിങ്ങൾ പില്ലോ വാങ്ങുമ്പോൾ ഇതേപോലെ കനമുള്ള പില്ലോ ഒരിക്കലും വാങ്ങരുത്. കട്ടിയുള്ള പില്ലോ ഒന്നും വാങ്ങരുത്. നെക്സ്റ്റ് നിങ്ങളുടെ ഐറ്റംസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട ഒരു സംഭവമാണ് ഡിജിറ്റൽ തെർമോമീറ്റർ. അതായത് ഉണ്ണികൾക്ക് എപ്പോൾ പനി വരും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ചൂടുണ്ടോ ചൂടില്ലേ, ഈ ചെറിയ ചൂടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ സംശയം വെക്കാതിരിക്കാൻ വേണ്ടി ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെക്ക് ചെയ്യാം. പനി കൂടുതലായിട്ട് ഉണ്ണികൾക്ക് ഫിക്സൊക്കെ വരുന്ന ഒരു ഘട്ടം നമുക്ക് ഈ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ഡിജിറ്റൽ തെർമോമീറ്ററായാൽ കൂടുതൽ നല്ലത് ഒരെണ്ണം വാങ്ങി വീട്ടിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. അവരുടെ അസുഖം നോക്കാനും വാക്സിനേഷൻ്റെ ടൈമിലൊക്കെ അവർക്ക് പനിയുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്നൊക്കെ ഈ എളുപ്പത്തിന് കൊടുക്കാൻ പറ്റും, ഡോക്ടറെ കാണിക്കാനും പറ്റും. അല്ലാണ്ട് സംശയിച്ച് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അടുത്തൊരു ഐറ്റം വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു നെയിൽ കട്ടറാണ്. ന്യൂ ബോൺസിൻ്റെ നഖം പെട്ടെന്ന് വലുതാവും. കൈമിത്തിയും കാലുമിത്തിയും അതെ പെട്ടെന്ന് വലുതാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റും മേടിക്കാൻ കിട്ടും, അല്ല സിംഗിളായിട്ട് പീസസ് ആയിട്ടും മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങളൊരു കുഞ്ഞ് നെയിൽ കട്ടറാണെങ്കിൽ നമുക്കത് വെക്കുന്നത്, കയ്യിൽ ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്പെടുന്നതാണ്. പിന്നെ അവരുടെ സോപ്പ്, ഷാമ്പു, ലോഷൻ, ഫേസ് ക്രീം, ഓയിൽ, ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പല ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയണില്ല, നിങ്ങളുടെ ഉണ്ണിക്ക് ഏതാണോ കംഫർട്ട്, ഏതാണോ സ്യൂട്ടബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹിമാലയ യൂസ് ചെയ്യാം, ജോൺസൺ ബേബി യൂസ് ചെയ്യാം, സെറ്റാഫിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം വേണ്ടത് ഉണ്ണികൾക്ക് കെട്ടുടുപ്പുകളാണ്. അത് ഫ്രണ്ടിലോട്ട് ഉള്ള കെട്ടുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഷോൾഡറിൻ്റെ അവിടെ കെട്ടണത് അത്ര നല്ലതായിട്ട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഫ്രണ്ടിലോട്ട് കെട്ടുള്ളതും അതേപോലെ ബട്ടൺസ് ഉള്ളതൊക്കെ ആണെങ്കിൽ കൂടുതൽ ബെറ്ററാണ്. 3 മാസം വരെയൊക്കെ കെട്ടുടുപ്പ്, കൂടിപ്പോയാൽ 2 അല്ലെങ്കിൽ 3, അത് വിട്ട് എന്തായാലും പോവില്ല കെട്ടുടുപ്പുകളൊന്നും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉണ്ണിക്ക് മെയിനായിട്ട് വേണ്ടതാണ് രാസ്നാദി പൊടി. ഇത് ഓപ്ഷണലാട്ടോ. ഞാൻ ഉണ്ണിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് തല കുളിച്ച് കഴിയണോ അന്ന് നിറയിൽ രാസ്നാദി തിരുമും. പിന്നെ ഉണ്ണികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വെറ്റ് വൈപ്സ്. അത് 99% വാട്ടർ ബേസ്ഡ് ആണെങ്കിൽ അടിപൊളിയാണ് വെറ്റ് വൈപ്സ്. അതേപോലെ നല്ല മഴയുള്ള ദിവസം, നല്ല മഞ്ഞുള്ള ദിവസം ഒന്നും ഉണ്ണീനെ കുളിപ്പിക്കില്ല. പനിയും ജലദോഷം തുമ്മലൊക്കെ വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വെറ്റ് വൈപ്സ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഐറ്റം ഉണ്ണിക്ക് വേണ്ടതാണ് മോസ്കിറ്റോ നെറ്റ് ബെഡ്. അത് നെറ്റ് ബെഡായിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ പോലെ വെക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. എൻ്റെ ഉണ്ണി മോസ്കിറ്റോ നെറ്റ് ബെഡിൽ കിടക്കില്ല. ഉറങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു പോലത്തെ നെറ്റാണ് വെക്കുക. അതാവുമ്പോൾ ഉണ്ണിക്ക് ഉറങ്ങിയതിന് ശേഷം നമുക്ക് വെക്കാം, എടുത്ത് മാറ്റാനും എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അംബ്രല്ല മോസ്കിറ്റോ നെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബെറ്ററാണ്. അടുത്തതായിട്ട് ഉണ്ണിക്ക് വേണ്ടത് ബാത്തിങ് ടവൽ ആൻഡ് ബർപ്പിംഗ് ടവൽ.
അതായത് ഉണ്ണീനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ തുടയ്ക്കാൻ ഒരു ടവൽ ബാത്തിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഉണ്ണി കുഞ്ഞല്ലേ, അപ്പോൾ ബർപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഉണ്ണിയുടെ വായെന്നൊക്കെ ഒന്ന് വരുമ്പോൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ടവൽ, അതുപോലെ മരുന്ന് കൊടുക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ടവൽ മാറ്റി വയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് ഐറ്റം ഉണ്ണിക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു ക്ലോത്തിൻ്റെ ഡയപ്പർ. അതായത് മറ്റേ ഡയപ്പർ യൂസ് ചെയ്യണേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ക്ലോത്ത് ഡയപ്പറാണ്. ഇത് വാഷബിൾ അല്ലേ, അലർജി ഒന്നും ഉണ്ടാവില്ല, ഉണ്ണിക്ക് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനൊരു 28 കഴിഞ്ഞതിന് ശേഷം ക്ലോത്ത് ഡയപ്പറാണ് ഉണ്ണിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലോത്ത് ഡയപ്പർ വാങ്ങുകയാണെങ്കിൽ ഒരു സെറ്റായിട്ട് മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. നെക്സ്റ്റ് ഐറ്റം ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡ്രൈ ഷീറ്റ്. അത് പല പ്രിൻറ്റിലും നമുക്ക് മേടിക്കാൻ കിട്ടും. പ്രിൻ്റ് ഉള്ളതും കിട്ടും, പ്രിൻ്റ് ഇല്ലാത്തതും കിട്ടും, പാക്കായിട്ടുള്ള 3 എണ്ണം ഉള്ളത് കിട്ടും, കോംബോ ആയിട്ട് കിട്ടും. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കാണിക്കാവുന്നതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഉണ്ണീനെ എണ്ണ തേപ്പിക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് ഞാനൊരു ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഉണ്ണീനെ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഡ്രൈ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഉണ്ണീനെ തുടയ്ക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. അങ്ങനെ 3 ഡ്രൈ ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു സംഭവം ഡയപ്പർ. അത് ഏത് കമ്പനിയുടെ വേണം, ഏത് ബ്രാൻഡിൻ്റെ വേണം, ഏത് സൈസ് വേണം, അതൊക്കെ നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. പാമ്പേഴ്സ് ഉണ്ട്, മാമി പോക്കോ ഉണ്ട്, ബംടം ഉണ്ട്, കഡിൽസ് ഉണ്ട്, അങ്ങനെ ലിറ്റിൽ ഏഞ്ചൽസ്, അങ്ങനെ പല ബ്രാൻഡ്സ് ഉണ്ട്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ മീഷോയിൽ നോക്കിയാൽ ഒരുപാടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ, നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് സൈസ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാം. നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് സ്ലീപ്പിംഗ് ബാഗ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അത് ഒരുപാട് പേരൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല, അവർക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കിത് യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഉണ്ണീനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ക്യാബ്സ്, മിറ്റൻസ് ആൻഡ് ബൂട്ടീസ്. അതായത് ന്യൂ ബോൺസിന് തലയിൽ ഒരു തൊപ്പി, കൈമീൻ കാൽമീൻ തണുക്കും അവർക്ക് പെട്ടെന്ന്, നമ്മുടെ അന്തരീക്ഷമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ എപ്പോഴും അവർക്കും കൈമീൻ കാൽമീൻ ഇതേപോലത്തെ കുഞ്ഞു സോക്സ്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ക്യാപ്സ്, മിറ്റൻസ് ആൻഡ് ബൂട്ടീസ് എന്നും പറയും. അപ്പോൾ ഇങ്ങനത്തെ വാങ്ങിക്കുകയാണെങ്കിൽ ഉണ്ണിക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പുറത്തിടാനായിട്ട് ഒരു 2 സെറ്റ് എപ്പോഴും നല്ലത് വെക്കണം. വീട്ടിലിടാനായിട്ട് നമ്മുടെ ആസ് യൂഷ്വൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരെണ്ണം വാങ്ങണം. പിന്നെ നമ്മുടെ റോംപേഴ്സ്, ന്യൂ ബോൺസിന് രാത്രി ഉറങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ഈ റോംപേഴ്സാണ്. അവർക്ക് നല്ല ചൂടായിട്ട് വാമിൽ കിടന്നുറങ്ങാനായിട്ട് റോംപേഴ്സ് ഏറ്റവും അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ഫുൾ റോംബർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് രാത്രി ഉറങ്ങുമ്പോൾ ഒക്കെ ഇടാം. ഹാഫ് റോംബർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വാക്സിനേഷനൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ണിക്ക് ഇടാൻ യൂസ്ഫുൾ ആയിരിക്കും. കാലുമയായാലും കൈമയ്ക്കായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ജബ്ലാസിൻ്റെ കാര്യം, അതായത് കെട്ടുടുപ്പിൻ്റെ കാര്യം പറഞ്ഞു. അതൊരു 28, 1 മാസം 2 മാസമൊക്കെ വരെ. അതിനുശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനത്തെ ബട്ടനുള്ള ഇങ്ങനത്തെ ബനിയൻസാണ്. ഉണ്ണിക്ക് നല്ല കംഫർട്ടായിരിക്കും. തനി കോട്ടൻ്റെ മേടിക്കരുത്, ഉണ്ണിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഇങ്ങനത്തെ ബനിയൻ മിക്സ് ആയിട്ടുള്ള കോട്ടൻ്റെ മേടിക്കാൻ കിട്ടും. ഇങ്ങനത്തെ കോട്ടൺ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. ഉണ്ണിക്ക് ഭയങ്കര കോട്ടനാന്ന് വെച്ചിട്ട് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. ബനിയൻ മിക്സ് ആയിട്ടുള്ള ഇങ്ങനത്തെ കെട്ടുടുപ്പാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഉണ്ണിക്ക് വേണ്ടതാണ് സ്വാഡിൽ. അതൊരു ഫസ്റ്റ് മന്തിന് ആവശ്യമുള്ളൂ. ഉണ്ണിനെ എപ്പോഴും പൊതിഞ്ഞ് ഒരു വാമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്വാഡിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ന്യൂ ബോൺസിനൊക്കെ ആയിട്ട് അടിപൊളി സംഭവമാണ് സ്വാഡിൽ. അവർക്ക് സുഖമായിട്ട് ഒരു 3-4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഉറങ്ങും സ്വാഡിൽ. അപ്പോൾ അത് സ്വാഡിലിന് പല ക്ലോത്ത്സ് ഉണ്ട്, പല മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി മേടിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ഓൺലൈൻ മേടിക്കുന്നതിനേക്കാളും. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ക്രാഡിൽ. അതൊരു 1 മന്ത് 1.5 മന്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ ക്രാഡിൽ കിടത്താവുന്നതാണ്. അത് ഹാങ്ങിങ് ക്രാഡിലും ഉണ്ട്, വിൻഡോയിൽ ഹാങ് ചെയ്യുന്ന ക്രാഡിലും ഉണ്ട്, പല ടൈപ്പ് ക്രാഡിൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കി മേടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ. ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.